മുകളിൽ മാത്രം എല്ലാവിധ ചെടികളും വേണം അവിടെ. ഞാൻ ആ സ്റ്റാൻഡിലാണ്. കാരണം നമ്മളൊരു കൃഷിക്കാരൻ്റെ മകനല്ലേ. അപ്പം അടുത്ത തലമുറയിൽ കൃഷിയെപ്പറ്റി ബോധവാന്മാരാക്കണം. അതിന് ഇത് മുകളിലില്ല രണ്ടെണ്ണം. നമ്മുടെ ഈ മുകളിലെ പ്രത്യേകതല്ലോ വെയിലാണ് ഇതിൻ്റെ വളം. ബാക്കി ചെടികൾക്ക് വളം വേണം. മുകളിലേക്ക് വെയിൽ മാത്രം കൊടുത്താണ് വളമായി. അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ചൂട് കാണിക്കാനിപ്പം ഉദാഹരണം ആ നിൽക്കുന്നത് ഓറഞ്ചാണ്. ആ ഓറഞ്ചാണ്. ഓറഞ്ചാണ്. അത് ജാതി നിറച്ച് കായ്ക്കുന്നില്ല. ജാതി എല്ലായിടത്തും ജാതിയിൽ കാച്ചില്ല. അവിടെ ഇത് നിറച്ച് കാച്ച കായ. പിന്നെ ഇല്ലാത്തതൊന്നുമില്ലെന്ന് എല്ലാം ഉണ്ട്. ഇപ്പോൾ ഊതുമരം വരെ ഇപ്പോൾ ഊതാ ഊതാ അല്ല നട്ടതാണ്. പുറം ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. പിന്നെ സപ്പോട്ടയുണ്ട്. എല്ലാം ഇത് മാവ് കണ്ടില്ല. മാവ് കായ്ച്ചുകൊണ്ടിരിക്കുന്നു. മാവ് നല്ലവണ്ണം കായ്ക്കും. പിന്നെ ഇത് വളരെ പ്രധാനപ്പെട്ട കേട്ടോ. ഇലഞ്ഞിയുടെ ചരിത്രം ഒന്ന് പഠിച്ചിരിക്കണം. ഇലഞ്ഞിയിൽ ആണും ഉണ്ട് പെണ്ണും ഉണ്ട്. മനസ്സിലായോ? ആണും ഉണ്ട് പെണ്ണും ഉണ്ട്. അതിൻ്റെ പ്രത്യേകത ആണിന് പൂ കാണില്ല, പെണ്ണിനെ പൂവും കായും കാണും. ഇത് പെണ്ണാണ്. ഇത് പൂവുണ്ട് കായുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇത്രയും തണലുള്ള ഒരു മരം വേറെയില്ല. നമ്മുടെ ക്ഷേത്രങ്ങളൊക്കെ മുറ്റത്ത് ഈ ഇലഞ്ഞിയില്ല. അതിന് കാരണം പണ്ട് കാലത്ത് ഗ്രാമമുഖ്യൻ ഇന്ന് സമ്മതിക്കുന്ന ഈ ഇലഞ്ഞി ഓസോണാണ്. ഇലഞ്ഞി മരത്തിന് മാത്രമേ ഇലയിൽ നിന്ന് ഓസം കിട്ടും. ബാക്കി ഒരിടത്ത് ഒത്തിരി കിട്ടും. ഓക്സിജൻ ഇത് ഒത്തിരി ഓസോണാണ്. അതാണ് ശുദ്ധീകരിച്ച. അതിന് ഞാനിതിവിടെ വെക്കാൻ കാരണം വെച്ചത് ഓഫീസ് ചിലപ്പം നേരത്തെ MLA ആയിരിക്കുമ്പോൾ 10, 200, 10, 300 പേര് രാവിലെ വരും. അപ്പോൾ അവരിവിടെ ഇത്രയും വരുമ്പം അവർക്ക് ഓക്സിജൻ കിട്ടേണ്ട മര്യാദയാണ്. അതുകൊണ്ട് അവർക്ക് അവിടെ ഇരിക്കാനുള്ള ഭിത്തി ഉണ്ടാക്കിയാലാണ് അവിടെ ഇരിക്കുക. അപ്പോൾ ആർക്കും ഒരു ക്ഷീണം അനുഭവപ്പെടില്ല. അതെ, ഫലവൃക്ഷങ്ങളെല്ലാം ഉണ്ടാക്കും. എല്ലാം ഉണ്ട്. തേക്ക് മുഴുവൻ നട്ടിട്ടുണ്ട്. പ്ലാവുണ്ട്. പ്ലാവ്, മാവ് എല്ലാം ഉണ്ടെങ്കിൽ നേരെ എല്ലാ ഉണ്ടുണ്ട്. ജാതിയുണ്ട്. ഞാൻ പറയാം സപ്പോട്ടയുണ്ട്. ഓറഞ്ചുണ്ട്. ഇല്ലാത്തൊന്നും എല്ലാം പരിപാലിക്കും. ഞാൻ തന്നെ ഇതിനെ പരിശോധിക്കും. അതെ, പക്ഷേയാണ് ഇതിൻ്റെ ഒരു മേൽനോട്ടക്കാരിയെങ്കിലും ഞാൻ തന്നെ എന്നോട് പരിശോധിക്കും. പിന്നെ താറാവിനെ വളർത്തുന്നുണ്ട് ഞാൻ. ഒരു പട്ടി, വേറെ കൂടുതൽ പട്ടി കൂടുതൽ വന്നാലേ അപകടം. ഒരെണ്ണത്തെ വന്ന് നല്ല കൂടിയ പട്ടി ഒരെണ്ണത്തെ വളർത്തുന്നത്. കോഴിയെ വളർത്തുന്നില്ല. കോഴി നശിപ്പിക്കും. താറാവുണ്ട്. നമ്മുടെ രാഷ്ട്രീയം പോലെ തന്നെ നമ്മൾ ഒരു കാർഷിക മേഖലയല്ലേ. നമ്മൾ മാതൃകയാവണ്ടേ ജനങ്ങൾക്ക്. അല്ലെ പിന്നെ പൊതുപ്രവർത്തനത്തിൽ തന്നെ അർത്ഥമിരിക്കുന്നു. അതുകൊണ്ടാണ് നമുക്ക് അങ്ങോട്ട് നടന്നാലോ. നമ്മുടെ ഇതൊക്കെ കാണണ്ട. ഈ ചുമലച്ചെടി കണ്ടോ? ചുമലപ്പൂ. ഇതൊരു പ്രത്യേകത. എന്താണ് ഇത്? മുറുകൂട്ടി എന്ന് പറയും. മുറുകൂട്ടി അതായത് നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടായിരിക്കട്ടെ. പിന്നെ മുറിവുണ്ടാകാൻ ആ ഇല പറിക്കുമ്പോൾ ഒരു വെള്ളം വരും. അത് തേച്ച് പൊട്ടിച്ച് വെച്ചാൽ ഓപ്പറേഷൻ. അതാണ് മുറുകൂട്ടി. പിന്നെ അത് ചന്ദനാണ്. ജാതിയാണ്. സപ്പോർട്ടുണ്ട്. വീട്ടിലിരിക്കുന്ന എന്തെങ്കിലുമാണ്. ഇത് കാന്നറച്ച് മുഴുവൻ ഉറക്കാം. അതെ, എവിടെ നിന്ന് കൊണ്ടുവന്ന് കേട്ടോ. നല്ലോണം പിടിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ സാധനവും വേണം പറയുന്നത്. അതായത് ഇതുണ്ട് നമ്മുടെ അത് ഞാൻ വെട്ടി അതിൻ്റെ ഇതെല്ലാം ഉണങ്ങി വെച്ചിട്ടുണ്ട്. അതാ താറാവ്. താറാവുകൂടെ ഇങ്ങനത്തെ കളയുണ്ടാകില്ല. കാരണം ഒരു ഉദാഹരണം, എൻ്റെ ഒരു കൊച്ചുമോളുണ്ട്. അവളെ ഡക്ക് എന്ന് പറയും. ഞാൻ ഡക്കിനെ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല. ഞാൻ ഡക്കിനെ പഠിച്ചു. ഇപ്പം കൊച്ചിന് ഡക്കിനെ എല്ലാവരും കണ്ടുപിടിക്കട്ടെ. റെമ്പുട്ടാണ് ഇരിക്കുന്നത് മുഴുവൻ. റെമ്പുട്ടാൻ
റംബൂട്ടാൻ ആവശ്യത്തിനുണ്ട്, തെങ്ങുണ്ട്, പിന്നെ പച്ചക്കറി കാണിച്ചാൽ പച്ചക്കറി എല്ലാം ഉണ്ട്, പാവല് കൊണ്ട് എല്ലാം. ഇത് പെട്ടെന്ന് കായ്ക്കുന്ന തേങ്ങ അല്ലേ? നല്ല ഇത് ഇഞ്ചിക്കറിയാണ്, ഇത് ഇഞ്ചിയാണ്. ഇത് ഉഷയുടെ സ്പെഷ്യൽ കൃഷികളാണ്. ഇത് പാവൽ ഉൾപ്പെടെയുള്ള എല്ലാം ഉണ്ട്. കംപ്ലീറ്റ് അങ്ങോട്ട് എല്ലാം ടോട്ടൽ അതാണ്. പ്ലാവുണ്ട് എല്ലാം. കപ്പളം വളരെ നിർബന്ധമായിട്ട് ഒരു വീട്ടിൽ 2 പപ്പളം നടന്ന് ഇട്ടാക്കാറുണ്ട്. എന്ത് നല്ലതാണ് കപ്പളയും, ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. അത് പേരയുണ്ട്, പ്ലാവ് വേണ്ടി കാഴ്ചയ്ക്കുന്നു. നല്ല വർക്ക് ചെയ്യാം, വറക്കാൻ ഉപയോഗിക്കാം. പിന്നെ ചക്ക വൈസൽ ഏറ്റവും നല്ലത്, ശരീരത്തിൽ വിഷമില്ലാത്ത ഏറ്റവും നല്ല ഭക്ഷണം. കിട്ടാനില്ലാതായിക്കൊണ്ടിരിക്കും. അത് മുഴുവൻ തമിഴ്നാട്ടുകാരുണ്ട്. ഒന്നേരെ കാശ് കൊടുത്തെടുത്ത് അവർ അടിച്ചുകൊണ്ട് പോവാം. അത് എല്ലാ കൃഷിയും എല്ലാം വേണം. ഇത് രസം എന്നറിയാവും, ഇതിനകത്ത് ഒരു പ്രത്യേക സൈസ് ഉണ്ട്. അത് നാരങ്ങ ചെറിയ തുളസി ആവശ്യമുണ്ടല്ലോ. തുളസി കുടുംബത്തിന് ഐശ്വര്യം. പിന്നെ വേറൊരു ചെടി കാണിച്ചത്, ഈ നിൽക്കുന്ന ചെടി അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അതിൻ്റെ പൂ അയച്ചും ഈ നാട്ടിലുള്ള ശലഭങ്ങൾ മുഴുവൻ ഇതില്ല. അതിന് എന്തോ ഒരു പ്രത്യേകത, നാട്ടിലുള്ള ശലഭങ്ങൾ മുഴുവൻ ശലഭങ്ങളെ ആകർഷിക്കുന്ന. ഇത് പിന്നെ ഈ പതിമുഖം എന്ന് പറഞ്ഞാൽ ഈ നാരങ്ങയില്ല നമ്മുടെ ക്ഷേത്രങ്ങൾ ഉപയോഗിക്കുന്നത്, അതിനകത്ത് ഇരുന്ന് പ്രത്യേക നാരകമാണ്. പല ക്ഷേത്രത്തിൽ നിന്ന് വന്ന് ഇവിടുന്ന പഠിച്ചത്. അതിപ്പോഴത്തെ അവിടെ തീർന്നു. ഈ വേനല കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ട്. കരിവേപ്പുണ്ട്, കരിയാപ്പ് ഒത്തിരി ഉണ്ട്. ഇലിപ്പിക്കാം നിറച്ചുണ്ട്. വളരെ വ്യത്യസ്തമായ കർഷകൻ കൃഷിയെ നിറച്ചുണ്ട്. എന്തുമാത്രം ഇലിപ്പിക്കാൻ നിറക്കുന്ന ഇതിന് ഇടമുണ്ടാക്കിക്കൊണ്ടിരിക്കുക. നിറച്ച് നടുവും പഠിച്ചുകൊണ്ട് പോകും. ഒരു 10 കുടുംബത്തിലിരുന്നു അതിന് മാത്രം ഇരിപ്പിക്കാൻ ഉണ്ടാകുന്നു.